എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുടകയാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ദക്ഷിണ കന്നഡയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പുഷ്പഗിരി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ട്രാവലോഗിന്റെ കർണാടകയിലെ വെസ്റ്റേൺ ഗാർഡ്സിലൂടെയുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇത്ര നേരം ഈ വനത്തിൽ കൂടി വന്നിട്ട് ഒരു ആനപ്പിണ്ട പോലും കണ്ടില്ല. അത് അറിയില്ല, ആന ഉണ്ടെന്നാ പറയുന്നേ. ആനയെ കാണും, ബോർഡും ഉണ്ട്, പക്ഷെ പിണ്ടം കണ്ടില്ല. സാധാരണ ആനയെ കണ്ടില്ലെങ്കിൽ നമ്മൾ പിണ്ടം കാണാറുണ്ട്. അവര് വഴി വന്നപ്പോ ഇടാറില്ല, അതുകൊണ്ടാ ഇവിടെ ഉള്ളവര് ബാത്റൂമിലേ പോകും. ബാത്റൂമിലല്ല, കാട്ടില് ചെണ്ട കൊട്ടുന്ന പോലെ ഏതാണ്ട് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. കമ്പ് മുകളിലടിക്കുന്നോ? അതെ, വനമൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങി. കാട് കഴിഞ്ഞ് ബിസ്ലേഘാട്ട് കഴിഞ്ഞു. അതെ, കമുകും തെങ്ങും ഇഷ്ടം പോലെ. DK പോലീസ് ദക്ഷിൺ കന്നഡ പോലീസ്. അതാ DK. നമുക്ക് ഇനി ലെഫ്റ്റാ പോണ്ടേ. നമുക്ക് ധർമ്മസ്ഥല പോകാൻ നേരെയാ പോണ്ടേ. ഇപ്പൊ നല്ല അടിപൊളി റോഡും വീതിയുള്ള വഴി. ഇതുണ്ട്, ഈ പാലത്തിന്റെ രണ്ട് സൈഡിൽ നെറ്റിട്ടേക്കുക. ആരും ചാടാതിരിക്കാനായിരിക്കും, വേസ്റ്റും ആളും ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കാണുന്ന കുമാരധാര നദിയാ. നമ്മള് ഇതിന്റെ ഏറ്റവും ഉത്ഭവസ്ഥാനത്തായിരുന്നു രാവിലെ പോയത്. അവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ നടയൊക്കെ കെട്ടിയിട്ടുണ്ട്. വെൽക്കം കുക്കെ ശ്രീ സുബ്രഹ്മണ്യ ടെമ്പിൾ. കുമാരധാര നദിയുടെ തീരത്താണ് ഈ അമ്പലം. ദക്ഷിണ കന്നഡയിലെ അങ്ങ് അതിലെ കാണുന്ന മലനിരകളൊക്കെ കൊടകിന്റെ ഭാഗങ്ങളാണ്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് കണ്ടോ? ഷെഡിനകത്തല്ലേ? അതുകൊണ്ട് വെയിലൊന്നും കൊള്ളണ്ടല്ലോ. ഇതേ ആ കാണുന്ന ക്ഷേത്രം. ഇതിലെ അങ്ങ് നടന്നു പോകണം. അപ്പുറേ പാർക്ക് ചെയ്തിട്ട് ഇതിലെ അങ്ങ് നടന്നു പോയാൽ ഇങ്ങോട്ട് നമുക്ക് നല്ല വെയിലായി അല്ലേ? വെയിലിന് നല്ല ചൂടും. വേ ടു പാർക്കിംഗ്. കുറെ ബസ്സുകളൊക്കെ കിടപ്പുണ്ട്. കാറുകൾ അപ്പുറത്താ പാർക്ക് ചെയ്യുന്നത്. നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്, വാഷ്റൂം ഒക്കെ ഉണ്ട്. ഞങ്ങള് കുളിച്ച് റെഡിയായി. നമുക്കൊന്ന് അമ്പലത്തിൽ കയറിയിട്ട് വന്നേക്കാം. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാം. ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള അമ്പലത്തിൻ്റെ കൊണ്ട്. അപ്പം നമ്മൾ ഇറങ്ങി വന്ന മലനിരകളാണ് കാണുന്നത്. അപ്പം ആ മലയുടെയൊക്കെ അടിവാരത്താണ് ക്ഷേത്രം. ഇവിടുന്ന് നോക്കിയാൽ കാണാം അമ്പലം ശരിക്കും പറഞ്ഞു. അതെ, ഇതിവിടെ കാറിൻ്റെ പാർക്കിംഗ് ഏരിയ, അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ട്. ബസ്സൊക്കെ വേറെ ഏരിയയിലാണ് പാർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം തിരക്കുണ്ട് അമ്പലത്തിൽ. അത് അത്യാവശ്യം ഫേമസ് ടെമ്പിളാണ് ഇവിടുത്തെ. ഇപ്പോൾ ഇവിടെ ചെരുപ്പ് സ്റ്റാൻഡിൽ ചെരുപ്പൊക്കെ വെച്ചിട്ട് പോകാൻ. അത് തന്നെയല്ല, നമ്മൾ കൈയും കാലും ഒക്കെ കഴുകിയിട്ട് വേണം പോകാൻ. കുക്കെ ശ്രീ സുബ്രഹ്മണ്യ ടെമ്പിൾ. ഇവിടെ ദർശനത്തിന് സമയം രാവിലെ 6:30 തൊട്ട് 1:30 വരെയും വൈകുന്നേരം 3:30 തൊട്ട് 8:30 വരെ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കയറി ദർശനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പോയേക്കാം. ദർശനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു ചോളം മേടിച്ചു. പാർക്കിങ്ങിന് എത്ര? 100 രൂപ. വീണ്ടും ഡ്രസ്സ് മാറിയോ? ഡ്രസ്സ് മാറി, കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. നിങ്ങളെ 2 മെയിൻ ഡ്രൈവർമാരൂടെ മാറി മാറി ഓടിക്കുക. ഒരു കോ ഡ്രൈവർ ഇവിടെ ഇരിപ്പുണ്ട്. എങ്ങോട്ടാ? അത് വേറെ വഴി, അത് നമ്മള് വന്ന വഴി. അത് അവിടുന്ന് പോട്ടെ. ആഹാ, ആശാനിപ്പ വഴിയൊന്നും അറിയത്തില്ല. വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ല. അപ്പം ഇതേ ഒരു കോ ഡ്രൈവർ ഈ സൈഡിൽ ഇരിപ്പുണ്ട്. വണ്ടി ഓടിക്കാൻ കൊടുക്കണം. ലോറി ആണെങ്കിൽ അത്രയും കുഴപ്പമില്ലല്ലോ. എനിക്കിത് ടെൻഷനാണ്. എന്തിന്? നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നോണ്ട് ഞങ്ങൾ പുറകിൽ ഇറങ്ങി ഇരുന്നോളാം. എന്നാലും നിങ്ങൾ വണ്ടിക്കകത്തില്ലേ? അതിനല്ല, അച്ഛനും കൊച്ചു സൈഡിൽ വെച്ചിട്ട് കൂളായിട്ട് ഓടിക്കും. അപ്പൊ ഇനി നേരെ നമ്മള് ധർമ്മസ്ഥലയിലേക്ക്. ഈ നദിയിൽ ഇറങ്ങി കുളിച്ചാൽ മതിയായിരുന്നു. കുൽക്കുണ്ട. നമ്മൾ ആ വഴിക്കാ വന്നത്. ബിസ്ലേഘാട്ട് വഴി 11 കിലോമീറ്റർ. ബിസ്ലേഘാട്ട് ബാംഗ്ലൂർ 272, ധർമ്മസ്ഥല 50 കിലോമീറ്റർ. ഒരു ലോഡ് പുല്ല്. കൈക്കമ്പ. ഗുണ്ടിയ 16 കിലോമീറ്റർ, ധർമ്മസ്ഥല 48, മംഗലാപുരം 100 കിലോമീറ്റർ. നമുക്ക് ഗുണ്ടിയ വഴി പോവാം. ഗുണ്ടിയ വഴി പോകാനാണ് റൈറ്റ്. പുറകെ നോക്കിയല്ലോ വണ്ടി ഓടിക്കുന്നത്. മുന്നോട്ട് നോക്കാം. വണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ ഓൺ അടിച്ചോളും. ഇങ്ങനെ റിലാക്സ്, ഐ ആം റിലാക്സിങ് അങ്ങനെ വിചാരിക്കുക.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂളായിട്ട് ഓടിച്ചതാ. ഇപ്പൊ എന്നാ കുഴപ്പം? ഇപ്പൊ എന്നാ കുഴപ്പമൊന്നുമില്ല. ഇല്ല, പുതിയ ആശാനെ കൊടുത്തു. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാൻ പറയുമ്പോഴാണ് അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. പുതിയ ആശാനെ കൊടുത്തിട്ടുണ്ട്. ആശാൻ പറഞ്ഞതനുസരിച്ച് പൊക്കളാൻ പറഞ്ഞു. ആ ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇല്ലില്ല കുഴപ്പമില്ല. പിന്നെ എപ്പോഴാ കുഴപ്പമുള്ളേ? എനിക്കും കുഴപ്പമില്ല. ആണോ? പുതിയ ആശാനെ കിട്ടിയപ്പോ പ്രശ്നമെല്ലാം തീർന്നു. അന്നേ നിങ്ങള് മേഖലയൊക്കെ പോകാൻ നേരം വന്നപ്പം ഓടിച്ചല്ലേ? പിന്നെ അതെന്നോട് ചേച്ചിയാണ്. ആ ചുറ്റും കൂടി ഇരുന്ന് ഓടിച്ചേ. ആ ഞാൻ ഉറക്കമായിരുന്നു. അപ്പോഴേ എടുക്കുമ്പോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആ അത്രേ ഉള്ളൂ. അത് എപ്പോഴും ക്യാരവൻ അധികം ഓടിച്ചിട്ടില്ല, അതിന്റെ ഒരു പക്ഷെ സ്റ്റാർട്ടിങ്. എനിക്ക് 66 കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പം അത് തന്നെ ആശാൻ സൈഡിലിരിക്കുമ്പോ പ്രശ്നം. അന്ന് ആശാൻ ഇല്ലായിരുന്നല്ലോ. ആശാൻ ജലജ നോക്കിയേ, ഞാൻ ഈ സൈഡിൽ ഇരിക്കുമ്പോ എത്ര കിലോമീറ്റർ ഓടിച്ചേക്കുന്നേ? അത് വേറെ വഴിയില്ലല്ലോ, നോ ഓപ്ഷൻ. എന്ത് ചെയ്യാൻ? വേറെ മാർഗമില്ലല്ലോ. അതന്നെ. അല്ല, ഏറ്റവും രസം അമ്മ പഠിച്ചോണ്ടിരുന്ന സമയത്ത് വണ്ടി ഓടിക്കാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ ഞാനും അമ്മ അച്ഛയും കൂടെ പോയിട്ടുണ്ടല്ലോ, ഒരു കട്ടറിയാടി. അമ്മ ആദ്യം കട്ടറിയാടി ഒന്നുമല്ല ശ്രദ്ധിച്ച, അച്ഛയുടെ മുഖത്തോട്ടാ നോക്കി. ആരായാലും നോക്കി പോകും. ഇത് വനം കേട്ടോ. ഇവിടെ ഈ ഫോറസ്റ്റിന്റെ ബോർഡ് എല്ലാം കന്നഡയിൽ എഴുതി വെച്ചേക്കുന്നത്, അതുകൊണ്ട് മനസ്സിലാവുന്നില്ല. ഇവരെല്ലാം ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നവരാ. ആ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കേട്ടോ. നമ്മളെ ഈ തവണ നമ്മള് കർണാടക കൂടെ യാത്ര തുടങ്ങിയിട്ട് ഫുള്ള് വനത്തിൽ കൂടെ. വനമാണ് ഒത്തിരി, ഒരുപാട് ദൂരം. ഈ കാണുന്ന ഫോറസ്റ്റ് സുബ്രഹ്മണ്യ റിസർവ് ഫോറസ്റ്റാ. ഇത് വെസ്റ്റേൺ ഗാർഡ്സിലെ ഒരു മെയിൻ ഫോറസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ രാവിലെ വന്ന ബിസ്ലെ റിസർവ് ഫോറസ്റ്റ് ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന. അതും ഇതെല്ലാം കൂടെ ഒന്നായിട്ട് കിടക്കുന്നതായിരിക്കും. ആ, പുഷ്പഗിരി വൈൽഡ് ലൈഫ് സാഞ്ചുറി ഇതെല്ലാം അടുത്തടുത്ത് ഒന്നിച്ച് കിടക്കുന്ന സ്ഥലം. ഈ ഫോറസ്റ്റ് റിസർവ് ഒക്കെ വെസ്റ്റേൺ ഗാർഡ്സിലെ ഒരു മെയിൻ ഫോറസ്റ്റ് ഏരിയകളാണ്. അതുതന്നെയല്ല, വെസ്റ്റേൺ ഗാർഡ്സ് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. ഈ വനത്തിനകത്ത് ഇഷ്ടംപോലെ ആനയുണ്ട്, അതുപോലെ തന്നെ സാമ്പാർ ഡിയർ, പിന്നെ കാട്ടുപോത്ത്, മലബാർ ജയന്റ് സ്ക്വിറൽ ഉണ്ട്, പിന്നെ പുള്ളിപ്പുലിയൊക്കെ ഉണ്ട്, പിന്നെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബേർഡ്സും ഉണ്ട്, പക്ഷികളും ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഗിയർ ഇനിയും ഉണ്ട് കേട്ടോ. അത് ഈ റോഡല്ലേ, കാടിനകത്തൂടെ നമ്മള് സ്ലോയിൽ പോണം. ആ ശ്രദ്ധിച്ചു മനം മാറി, മനം കഴിഞ്ഞു. ഇതല്ലേ മരമല്ലേ? അപ്പുറത്ത് ചെറിയൊരു വില്ലേജ് ആയിരുന്നു മന. ആ സൈഡ് വനമാണെന്ന് തോന്നുന്നു. ഇവിടെ ആനയൊക്കെ ഉണ്ടോ? പിന്നെ ആന ഇല്ലേ വനത്തില്? എവിടെ ആനകൾ വരുന്ന സ്ഥലമാണ്. ശരിയല്ലേ, ഈ കർണാടക കയറിയിട്ട് മാത്രം നമ്മൾ ആനയുടെ ബോർഡ് മാത്രമുള്ള ആനപ്പിണ്ടമില്ല. വനം തീർന്നു കേട്ടോ. വനം തീർന്നതേ നാട്ടിലെത്തി. നാട്ടിൽ കയറി. ആ മുകളിലെല്ലാം നോക്കിയാൽ മൊത്തം കോടമഞ്ഞ, നമ്മളവിടെ മുകളിലെല്ലാം. ഒരു പഴയ പാലം ഉണ്ടായിരുന്നു, ആ പാലം പോയി. കെമ്പഹോല ബ്രിഡ്ജാണ് ഇത്. ചെറിയൊരു ക്ഷേത്രം, ശ്രീനാരായണ ഗുരുമന്ദിരം കേട്ടോ. ഇതാണ് ഗുണ്ടിയ എന്ന് പറഞ്ഞ ഗ്രാമം, ഗുണ്ടിയ. അപ്പോൾ ഇവിടെ നമ്മളത് മെയിൻ റോഡിലേക്ക് വന്ന് കയറുകയാണ്. ബാംഗ്ലൂർ മംഗ്ലൂർ ഹൈവേ. അതെ. ഇതായിരുന്നു ഹൈവേ. ആ ഞാനോർത്ത് ഇച്ചിരി കൂടുതൽ പ്രതീക്ഷിച്ചു. ഞാനിച്ചിരി കൂടുതൽ പ്രതീക്ഷിച്ചു. അതെന്നാ? 4 ലൈൻ. ഓ 4 ലൈൻ ആണെങ്കിൽ ഇച്ചിട്ട് സുഖം ഉണ്ടല്ലോ അല്ലേ? അത് വലിച്ചു പറിച്ചെടുക്കല്ലേ? അതെ, ഈ വണ്ടിയുടെ ഗിയറിനുണ്ടല്ലോ ഒരു ഉടക്ക്. ആ ചെറിയ ഉടക്കുണ്ട്. അത് ഞാന് തിരിഞ്ഞുകൂടെ ഇട്ട് വന്നപ്പോ എന്റെ കൈ ഉടക്കി. അത് ജന്മന ഉള്ളതാ. മൊത്തത്തിലടക്കാം. അതെ, ഇത്ര ധൃതി വെച്ച് ഗിയർ കൊണ്ടാങ്ങി ഇടണ്ട. ആ ന്യൂട്രാക്കി എന്നിട്ട് അടുത്ത ഗിയറിലോട്ടൊക്കെ നോക്കി ഇട്ടാൽ മതി. ഇതൊരു ഘാട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്നത്, ഷിരാടി ഘാട്ട്. വണ്ടിക്കാരല്ലാവേ ചായ പിടിക്കാനൊക്കെ നിർത്തിയേക്കുന്ന. നമുക്ക് ചായ വേണോ? വേണ്ടേ? മംഗളൂർ 88. നമ്മൾ പുറകോട്ട് പോയാൽ ബാംഗ്ലൂർ, മുന്നോട്ട് പോയാൽ മംഗലാപുരം. നമ്മൾ ഇത്രയും ദിവസമേ ഗ്രാമങ്ങളിൽ കൂടെ ആയിരുന്നു മൊത്തം, ഹൈവേയിലൊന്നും കയറിയില്ലായിരുന്നു. ഇന്നാ വന്ന് ഹൈവേ കയറിയേ. ഇപ്പൊ സൂര്യ ആഗ്രഹിച്ച പോലെ തന്നെ 4 ലൈനിൽ കയറിയില്ല. അതെ, 4 ലൈൻ കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? ഇനി അവിടെ ചെല്ലട്ടെ, ഞാൻ പറയാം. അതിനാ സന്തോഷിപ്പിക്കാനുള്ള 4 ലൈൻ ആയിരിക്കും ചിലപ്പോ. കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂന്ന്. ആ ഇതുണ്ടോ ഇവിടെ ആ കോൺക്രീറ്റ് വണ്ടി ഇടിച്ചു പോയതാ അത്. ഇറക്കത്തിൽ സ്പീഡ് വന്നാൽ. ആ ഇതൊക്കെ പുതിയതായിട്ട് കോൺക്രീറ്റ് ചെയ്താ വഴി. NH 75. എന്നാ വഴി പണിതാലും ഈ വളവും തിരിവില്ലാതെ സ്ട്രൈറ്റ് രാജസ്ഥാനൊക്കെ പോലെ പണിയുവാണെങ്കിൽ എളുപ്പമുണ്ട്. ഇത് രാജസ്ഥാനല്ലോ, ഇത് കർണാടക അല്ലേ? അതാ പറഞ്ഞെ, അതുപോലെ രാജസ്ഥാനിൽ ഇതുപോലത്തെ മലകളൊന്നും ഇല്ലല്ലോ. ആ ഇത് ഷിരാടി എന്ന് പറഞ്ഞ സ്ഥലം, ഷിരടി.
അപ്പോൾ അവിടെ നിർത്താണ്, നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോവാം. അടുത്ത വണ്ടി ഓടിച്ച് മടുത്തോ? റേഞ്ച് പിടിച്ചിട്ട് പോവാം. റേഞ്ച് പിടിച്ചിട്ടോ? എനിക്കൊരു OTP പറഞ്ഞു കൊടുക്കാനുണ്ട്. നീ അങ്ങ് പോയാൽ പിന്നെ റേഞ്ച് ഇല്ലെങ്കിൽ. ഓക്കേ, ഇവിടെ ഒതുക്കി നിർത്തി. മതി. ആരോടാ പറഞ്ഞേ? അതെ, ഹാൻഡ് ബ്രേക്ക് കാലിൽ വന്ന് എന്നെ ആശാനാക്കിയപ്പോഴേ ബഹുമാനം കൂടി, കാലൊക്കെ പിടിച്ചു തുടങ്ങി കണ്ടോ. കാറിന്റെ നോർമൽ ഹാൻഡ് ബ്രേക്ക് ഇടാൻ പിടിച്ചു മുത്തിന്റെ കാല്. അയ്യോ, അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറെ പേര് ഇവിടെ ഉണ്ട്. ഇവിടെ ഇവരെല്ലാം മലയാളികൾ കേട്ടോ, ഒരാൾ മാത്രമേ ഉള്ളൂ കർണാടകക്കാരൻ, ബാക്കി എല്ലാവരും മലയാളികളാണ്. ഇവിടെ ഒരു മിനി കേരളയാന്ന് പറഞ്ഞു. ഇവിടെ സ്ഥലപ്പേരനാ? ശിരാടി. ഇപ്പൊ പറഞ്ഞാൽ വെല്ലിച്ചന്റെ കാലത്ത് പണ്ടേ പോന്ന എല്ലാവരും. ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഉണ്ടായവര് ഇവിടുത്തെ കന്നഡ ഭാഷ പഠിച്ചു. അപ്പൊ ഒരു 10-6-7 വർഷം മുന്നേ ഒക്കെ വന്നു. നമ്മള് കർണാടകം, ഏതാ കന്നഡമാണ് പഠിച്ചത്. പക്ഷേ സംസാരിക്കുന്ന വീടുകളിൽ എല്ലാരും മലയാളം തന്നെ പറയും. എഴുതാനും വായിക്കാനൊന്നും അറിയാം. സംസാരിക്കാനേ അറിയുള്ളൂ. സ്പെഷ്യൽ ചായ, KT ചായ. പൊന്നിക്കുട്ടിക്ക് അറിയാം. പിന്നെ ചെന്നൈ കിട്ടും. ഇത് ചെന്നൈയിലുണ്ട്, പക്ഷെ അവിടെ ഇതിന് പറയുന്നത് ബിരിയാണി ചായ എന്നാ. ആണോ? അത് ഡിക്കഷൻ വേറെ എടുത്ത് വെച്ചേക്കാ. ചായപ്പൊടിയും ഒക്കെ സ്പെഷ്യലാന്നാ പറയുന്നത്. അതിനെല്ലാം അടിച്ചിട്ട് നേരത്തെ ഇതുണ്ടല്ലേ, അതെല്ലാം നെല്ലാം കഷ്ടമുണ്ട്. രണ്ട് കളറായിട്ട് തന്നെ നിൽക്കുന്നത്. അതെ, രണ്ടും കൂടെ മിക്സ് ആയതായി. കുടിക്കണമെങ്കിൽ ഇനി അത് ഇളക്കിട്ട് കുടിക്കണം. കഴിഞ്ഞില്ലേ? ഐസ്ക്രീം അതെയാ, ഞാനടുത്തത് കഴിച്ചെന്ന്. ഇത് അവിടെ ഇല്ല കേട്ടോ. ഇല്ലല്ലേ? ഇത് ഇങ്ങനെ ചെന്നൈയിലില്ല. അല്ലേ, ആ ടൈപ്പ് അല്ലേ ഇത്? അല്ല, ആ ടൈപ്പാണ്, പക്ഷെ ഇങ്ങനെ പത ഇങ്ങനെ പൊക്കത്ത് വെക്കുന്ന പരിപാടി ഇല്ല. ഇത് ഐസ്ക്രീം വന്നാ പറഞ്ഞ. നമ്മുടെ കർണാടക ശിരാടിയിലെ സ്പെഷ്യൽ കേട്ടിയാണ്. ശിരാടിയിലെ ഇവിടുത്തെ സ്പെഷ്യലാ. എങ്ങനെ വേണമെങ്കിലും കുടിക്കാം, ഇളക്കി കുടിക്കാം. എങ്ങനെ വേണമെങ്കിലും കുടിക്കാം, ഇളക്കണമെങ്കിൽ ഇളക്കി കുടിക്കാം. അതിനാണ് അതിനകത്ത് സ്പൂൺ ഇട്ടേക്കുന്നത്. സൂര്യ ബൺസ് വേണമെന്ന് പറഞ്ഞായിരുന്നു, അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്യൂ. അല്ലേ, കഴിച്ചിട്ടുണ്ട്. ഇത് വെള്ള കളറാ അല്ലേ? ഇതല്ലേ? നല്ല ചമ്മന്തിയാ. മലയാളികളുടെ സ്നേഹമൊക്കെ ഏറ്റുവാങ്ങി നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാം. എന്റെ സ്നേഹമായിരുന്നു അല്ലേ? ഒത്തിരി പേരുണ്ട് മലയാളികളുടെ. അതല്ലേ, പഞ്ചായത്ത് മെമ്പർ വരെ മലയാളിയാന്നാ പറഞ്ഞേ ഇവിടുത്തെ. 80% മലയാളികളാണ്. കർണാടകയിൽ ജനിച്ചു വളർന്ന മലയാളികൾ. അതെ, അതല്ലേ അവര് പറഞ്ഞു. അവര് പഠിച്ചെല്ലാം കന്നഡയാ. ചെറുപ്പം മുതലേ ഇവിടെയാണല്ലോ പഠിച്ചതൊക്കെ. അപ്പം കന്നഡ പഠിച്ചത്, പക്ഷെ മലയാളം എഴുതാനും വായിക്കാനും അറിയത്തില്ല. വീട്ടിൽ സംസാരിക്കുന്ന എല്ലാം മലയാളം തന്നെ. നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. നല്ലപോലെ പറയുന്നു. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർത്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഈ നാട്ടിൽ നിന്ന് ഇതുപോലെ ആൾക്കാർ ഇങ്ങോട്ട് ഈ മംഗലാപുരം സൈഡിലേക്കൊക്കെ താമസം മാറി ഇവിടെ സ്ഥലം മേടിച്ചൊക്കെ വന്ന ആൾക്കാരെ കുറിച്ച്. അതുപോലെ തന്നെ ഒരു സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ സാവന്തവാടി. നമ്മൾ നേരെ നമ്മുടെ NH-66 കൂടെ പോവുകയാണെങ്കിൽ ഗോവ കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിലേക്ക് കയറുന്ന ബോർഡറാ. കുറച്ച് ദൂരം അകത്തേക്ക് സാവന്തവാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതേപോലെ തന്നെ ഈ സാവന്തവാടിക്കൊക്കെ അന്ന് വെട്ടുകാർ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ പോകുമായിരുന്നു നാട്ടിൽ നിന്ന്. ധർമ്മസ്ഥല 22 കിലോമീറ്റർ റൈറ്റിലേക്ക്. അപ്പോൾ നമ്മൾ ഈ ഹൈവേ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇതിലേ ഇറങ്ങിപ്പോകണം. അപ്പോൾ ഇതിനടിയിൽ കൂടെ മുമ്പേ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിനടിയിൽ കൂടെ വന്നപ്പോൾ സൂര്യ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൂര്യ തലയടിക്കാതെ തല താത്ത് വെച്ചാൽ ഓടിച്ചു കേട്ടോ. ഇതിനടിയിലോട്ട് കയറിയപ്പോൾ ഞാനത് ഓർത്ത്. അപ്പം മംഗളൂരിനുള്ള ഹൈവേ നേരെ പോയി നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞു. അപ്പം നമ്മളിതേ വനത്തിലേക്ക് കയറി വീണ്ടും. സൂര്യ നോക്കിയിരുന്നോണം, ആനയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ കാണും. ഇപ്പൊ മുത്ത ഓടിക്കുന്നോണ്ട് ധൈര്യപൂർവ്വം നോക്കാം. അതിനാ ഞാൻ ഓടിക്കുമെങ്കിൽ അവിടെ നിന്ന് പോകും. എനിക്ക് ആനേനെ പേടിയാ. നമ്മളീ പോകുന്നതെല്ലാം റിസർവ് ഫോറസ്റ്റിലൂടെയാ. മൊത്തം വനമാണ്. ഒരു സ്ഥലം കഴിഞ്ഞ് പിന്നെ കുറച്ച് വനമായിരിക്കും, പിന്നെ ഒരു ചെറിയ ഗ്രാമം, അങ്ങനെ തന്നെ. കാർക്കല 75 കിലോമീറ്റർ. നമ്മൾ ധർമ്മസ്ഥല എത്തി. ധർമ്മസ്ഥല KSRTC ബസ് സ്റ്റാൻഡ്. ഗേറ്റ് വേ ഓഫ് ധർമ്മസ്ഥല.
ബിൽറ്റ് ബൈ ശ്രീ ഡി രത്നവർമ്മ ഹെഡൻ 1966. 1966 പണിതായത്. അപ്പോൾ അതെ ധർമ്മസ്ഥലം വന്ന് നമ്മളത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തു. ഇവിടെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. വണ്ടികളൊക്കെ വളരെ കുറവാണ്, 3-4 വണ്ടിയേ ഉള്ളൂ. രാത്രി കഴിക്കാനായിട്ട് ഉച്ചക്കത്തെ ചോറ് ഇരിപ്പുണ്ട്, കറികളെല്ലാം ഇരിപ്പുണ്ട്. കുറച്ച് മതി. ഇനി ഒന്നും ഉണ്ടാക്കണോ? ഞാൻ ഒന്നും വേണ്ട. അപ്പൊ അത് കഴിച്ച് നമുക്ക് കിടക്കാം. അതെ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ധർമ്മസ്ഥലയിൽ പാർക്കിങ്ങിലൊക്കെ വണ്ടി ഒതുക്കിയിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ രാവിലെ എണീറ്റ് എല്ലാവരും റെഡിയായി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വെച്ചിട്ടില്ല, ഇന്ന് കടയിൽ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. ക്യാമറമാൻ്റെ ആഗ്രഹപ്രകാരം ബൺസ് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അതെ, ആർക്ക് മേടിച്ചു കൊടുക്കാം? എനിക്കോ? ക്യാമറമാനും രണ്ടുപേർക്കും കൂടെ ഇന്നലെ ബൺസ് ഒരെണ്ണം മേടിച്ചു കൊടുത്തായിരുന്നു. അത് കഴിക്കാനുള്ള വയറില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വയറെല്ലാം സെറ്റാക്കി വെച്ചേക്കാം. സൂര്യ രാവിലെ കടുങ്കാപ്പി വെക്കാൻ നോക്കുമ്പോഴേ ഇത് നേരെ ഓപ്പോസിറ്റ് ഒരു വണ്ടിയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ സച്ചുവിന്റെ ഇതുപോലത്തെ വണ്ടിയാ. പിന്നെ ഈയിടെ ഇത് ഈ കവറൊക്കെ പിടിപ്പിച്ച് കൊണ്ടുവന്ന് കാണിച്ചായിരുന്നു. അല്ലായിരിക്കും, വേറെ ആരുടെങ്കിലും ആയിരിക്കും. അപ്പൊ ഞാൻ ഏട്ടനോട് ചോദിച്ചു, ഇതുകൊണ്ട് ഇതേ ഒരു വണ്ടി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഇവര് വന്നോന്ന് ഞാൻ അറിഞ്ഞുകൂടിയില്ല വരുന്ന കാര്യം. അവനെ ഇന്നലെ വിളിച്ചു പറഞ്ഞു, മട്ടൻ വെക്കാനുള്ള പാത്രം മറന്നു പോയി, ഇന്ന് കൊണ്ടുത്തരാമോ? എന്റെ വട്ടയ്ക്ക് വെച്ചോ. പുറകിൽ ലോഡിംഗ് ഏരിയയിലുണ്ട്. പാത്രം മേടിച്ചു വെച്ചോ. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞ് വെക്കാം. ഇന്ന് അല്ല, എനിക്ക് വെക്കാൻ വേണ്ടിട്ടല്ല, അവനിങ്ങനെ പാത്രം കൊണ്ടുവരാന്നുള്ളേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. അല്ല, അതിനപ്പുറത്തോട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. അവനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാനോർത്ത് ഞങ്ങൾ ട്രെയിനായിരുന്നു വരുന്നതെന്ന് ഓർത്തെ. ട്രെയിൻ വന്നാൽ ഈ പാത്രമായിട്ടൊക്കെ വരാൻ ബുദ്ധിമുട്ട്, വലിയ ഉണ്ടാവാ. ഇതാ പുറകിൽ ലോഡിംഗ് ഏരിയ ഉണ്ടല്ലോ, പുറകെ വെച്ചാൽ പോരെ. പാത്രം കൊണ്ടുവരാനായിട്ട് ഇത് കൊണ്ട് പോകുന്നല്ലേ. പിന്നെ ട്രെയിന് പോകുന്നതല്ലേ സുഖം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വല്ലതും കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് ഇറക്കാം. ബൺസ് ഇല്ല. ഇപ്പം മസാല ദോശ പറഞ്ഞു എല്ലാവരും. മസാല ദോശയും ഇഡ്ഡലിയും പിന്നെ വടയും അവിടെ ഇഡ്ഡലി വട. അവരും എല്ലാം വട ഇഡ്ഡലി വട പൂരിയും പറഞ്ഞു. പൊറോട്ടയ്ക്ക് പകരം പൂരിയാക്കി. അതെ. അപ്പോൾ ഇതാണ് ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം. 800 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ മഞ്ജുനാഥ സ്വാമിയാണ്, അതായത് ഭഗവാൻ ശിവനാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ജൈനമത വിശ്വാസികളായ ഹെഗ്ഡെ കുടുംബത്തിനാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതൊരു മതത്തിൻ്റെ മാത്രം ആരാധനാലയമല്ല എന്നതാണ്. ശൈവം, വൈഷ്ണവം, ജൈന പാരമ്പര്യങ്ങൾ ഒത്തുചേർന്ന അപൂർവമായ ഒരു ആത്മീയ കേന്ദ്രമാണ് ധർമ്മസ്ഥല. അതുകൊണ്ട് തന്നെ ഇത് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം എന്നറിയപ്പെടുന്നു. പുരാതന കാലത്ത് ഈ പ്രദേശം കുടുമ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ധർമ്മസ്ഥലത്തിൻ്റെ മറ്റൊരു മഹത്തായ പാരമ്പര്യമാണ് അന്നദാനം. ഇവിടെ ദിവസവും ആയിരക്കണക്കിന് ഭക്തർക്കും സന്ദർശകർക്കും ജാതിയോ മതമോ നോക്കാതെ അന്നദാനം കൊടുക്കുന്നുണ്ട്. ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് മ്യൂസിയം ഒക്കെ ഉണ്ട്, പിന്നെ രഥമൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ പോയി ഒന്ന് കാണാം. ഇതൊക്കെ ഇവിടെ ഉത്സവത്തിന് ഉപയോഗിക്കുന്ന രഥങ്ങളാണ്. ഇവിടുത്തെ ഉത്സവത്തിനല്ല, ഓരോ അമ്പലങ്ങളിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന രഥങ്ങൾ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന. അതൊക്കെ തടിയിൽ നല്ല കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടികളെല്ലാം ക്ഷേത്രത്തിലെ റൂറൽ ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ വണ്ടികളാണ്. എല്ലാം മഹേന്ദ്രയുടെ 300. ഇത് ഇവിടുത്തെ ഒരു കല്യാണ മണ്ഡപമാണ്, വസന്തമഹൽ. 1955 പണിതായത്. പിന്നെ അപ്പുറത്തും ഉണ്ട് വേറെ കല്യാണ മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവിടുത്തെ മഞ്ജുഷ മ്യൂസിയം. ഹെഗ്ഡൻ ഫാമിലിയിലെ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡൻ്റെ ഒരു വലിയൊരു ആൻറ്റി കളക്ഷൻ ഉണ്ട് ഇവിടെ. അതൊരു ഓഡിറ്റോറിയം, അവിടെ ഓരോ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന മീറ്റിംഗ്സ് ഒക്കെ. ഈ ഓഡിറ്റോറിയത്തിനും ഹാളിനൊക്കെ ഓരോന്നിനും ഓരോ പേരുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഗസ്റ്റ് ഹൗസുകൾക്കൊക്കെ ഓരോ പേരുകളുണ്ട്. അപ്പോൾ ഇതിന് അമൃതവർഷിണി എന്നാണ് ഈ ഹാളിൻ്റെ പേര്. അതുപോലെ തന്നെ നേത്രാവതി എന്നൊക്കെ പേരുള്ള അവിടെ ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട്. ഗംഗോത്രി ഉണ്ട്, നേത്രാവതി ഉണ്ട്, വൈശാലി ഉണ്ട്. ഇവിടുത്തെ കാർ പാർക്കിംഗ് ആണ്, നോ എൻട്രി ഫോർ ഹെവി വെഹിക്കിൾസ്. അപ്പോൾ വലിയ വണ്ടിയെല്ലാം നമ്മൾ ഇട്ടേക്കുന്നത് അവിടെ. കാർ പാർക്കിംഗ് പക്ഷെ നല്ല തണലുണ്ട് കേട്ടോ, നല്ല തണലുണ്ട്. വലിയ വണ്ടികൾ വരുന്നിടത്ത് ഇത്രയും തണല് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെന്ന് വെച്ചാൽ മരങ്ങൾ നിൽക്കുമ്പോഴേ വണ്ടി ഒതുക്കിയിടാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്ക് കാർ മ്യൂസിയം ഉണ്ട്. നമുക്ക് കാർ മ്യൂസിയത്തിലൊന്ന് കയറിയിട്ടോ. കുറേ പഴയ വിൻറ്റേജ് വണ്ടികളുണ്ട്. കുറേ വിൻറ്റേജ് വണ്ടികൾ പഴയതാ. അതെ. ഇതാണ് വൈശാലി. അപ്പോൾ ഇത് ആ കാണുന്നതാണ് കാർ മ്യൂസിയം. അതിൻ്റെ അടുത്ത് തന്നെ ഇത് കണ്ടോ, ചെറിയ 2 ടയർ ഇരിക്കുന്നുണ്ടോ, വളരെ ചെറുത്. വളരെ ചെറുത്. ഇതിന് നല്ല മുല്ലപ്പൂവൊക്കെ ചൂടി ഒരു രസം. കൊള്ളാം, കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. അതെ. ഇനി ഇന്നലത്തെ പോലെ ഇനിയും പുളി വറുക്കാൻ പോകുന്നുണ്ടോ? ഇതിനിടയ്ക്ക് ഒരു ഡയലോഗ് രാജേഷ് പറഞ്ഞായിരുന്നു, വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ. അല്ല, അത് മുത്തായിരുന്നു പറഞ്ഞേ. ഞാനാ പറഞ്ഞത് വേലക്കാരി എന്തായിരുന്നു നീ മോഹൻലാൽ. ചെമ്പകം. അപ്പൊ നമ്മള് കാർ മ്യൂസിയത്തിലേക്ക് ഇറങ്ങാം. ടിക്കറ്റ് എടുത്തോ? എടുക്കാം. ഇവിടെ 10 രൂപ സ്ലിപ്പ് ഫോർ എൻട്രി. ഇതാക്ക്
മെഴ്സിഡസ് ബെൻസ് 280S 280S 1972 മോഡലാണ്. 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഹോഴ്സ് പവർ 2778 cc. നല്ല പവറായിരിക്കും അല്ലേ? നല്ല പവറായിരിക്കും. 6 സിലിണ്ടർ അല്ലേ, മൈലേജൊക്കെ കുറവായിരിക്കും. അതും 6 സിലിണ്ടർ, അതെ അപ്പുറത്ത് തന്നെയുണ്ട് 6 സിലിണ്ടർ കാണിച്ചത്. ഇതുണ്ടോ, ഇത് കൊള്ളാം അല്ലേ? ജാഗ്വാർ മാർക്ക് 5, അത് 5 എന്നുള്ള 1951 മോഡലാണ്. ഇംഗ്ലണ്ട് മോഡൽ വണ്ടി, ഇംഗ്ലണ്ടിലെ മേക്ക. അതും 6 സിലിണ്ടർ എഞ്ചിനാണ് കേട്ടോ, പെട്രോളാണ്. ഈ വണ്ടിയൊക്കെ കൊള്ളാം അല്ലേ? നല്ല റയർ കളക്ഷൻ അല്ലേ അതിലും. ഡോഡ്ജ് കിങ്സ്വേ 1955 മോഡൽ, USA, അമേരിക്കൻ വണ്ടിയാ. ഇതും 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. എൻ്റെ ഡ്രീം വണ്ടിയാ. ഇതാ ഇതിന്റെ വേറെ മോഡല്. ഈ വണ്ടിയുടെ വലിപ്പം കണ്ടോ, വീതിയും കൂടുതലുണ്ട്, ഭയങ്കര നീളമാണ്. ഇത് ടൊയോട്ടോ കാംറി 1984 മോഡൽ. ഇത് 4 സിലിണ്ടർ എഞ്ചിനാണ്, പെട്രോളാണ്. ഹിൽമാൻ ഹണ്ടർ ഇംഗ്ലണ്ട് മേക്ക. ഇതും 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്, പെട്രോള്. 1967 മോഡൽ. ഇത് നമ്മുടെ മാരുതി 800 85 മോഡൽ, ജപ്പാൻ്റെ. അതുകൊണ്ടോ ഒരു സെറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ കാറിൻ്റെ ഫ്രണ്ട് വെച്ച്. ഡിസോട്ടോ. ഇത് 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്, 1951 മോഡൽ, USA, അമേരിക്കൻ വണ്ടിയാണ്. കണ്ടോ ഇതിൻ്റെയും വലിപ്പം കണ്ടോ, നല്ല വലിപ്പം, വീതിയുണ്ട്. ചെറിയ അംബാസഡറിൻ്റെ ചെറിയൊരു ഷേപ്പ് ഉണ്ടല്ലേ. ഇത് സ്റ്റാൻഡേർഡ് 2000 മോഡൽ, 1986 ഇംഗ്ലണ്ട് വണ്ടിയാണ്, 4 സിലിണ്ടർ പെട്രോൾ. മോറിസ് 8 1947 ഇംഗ്ലണ്ട് വണ്ടിയാണ്, 47 മോഡലാണ്. ഇത് 4 സിലിണ്ടർ തന്നെയാണ്, പെട്രോൾ. ഈ വണ്ടിയല്ല നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന മറ്റേ അതെ, ബ്രിട്ടീഷുകാർ വരുന്ന കാണിക്കത്തില്ലേ. ഇത് വോക്സ് വാഗൻ ബീറ്റിലിൻ്റെ ഷേപ്പ് ഉണ്ടല്ലേ, ഇത് അതിൻ്റെ പഴയ മോഡലാണ്, 1950 മോഡലാണ്, ജർമ്മൻ വണ്ടി. ഇതും 4 സിലിണ്ടർ പെട്രോളാണ്. ഇത് ഫോർഡിൻ്റെ ജീപ്പ് 1943 മോഡൽ, അമേരിക്കൻ വണ്ടിയാണ്, 4 സിലിണ്ടറാണ്. ലിങ്കൺ ടൗൺ കാർ ഫോർഡ് 1991 1991 മോഡൽ, US വണ്ടിയാണ്. ഇത് 6 സിലിണ്ടർ ആയിരിക്കും, അല്ല 8 സിലിണ്ടർ കേട്ടോ. 8 സിലിണ്ടർ എഞ്ചിനാണ്, 8 സിലിണ്ടർ എഞ്ചിനായത്. ഇതിന്റെ നീളം എത്രയാണെന്നറിയാമോ? 24 ഫീറ്റ്, 24 ഫീറ്റ്. നമ്മുടെ ലോറിയുടെ പ്ലാറ്റ്ഫോമിൻ്റെ നീളമുണ്ട്, നോക്കിയേ. ഇതൊരു വലിയ കാറല്ലേ, ലെഫ്റ്റ് ഹാൻഡാ. അതിൻ്റെ തന്നെ ഒരു മോഡൽ ഉണ്ടാക്കി ഫ്രണ്ട് വെച്ചേക്കുന്നുണ്ടോ? അത് ആ വണ്ടി അപ്പുറത്ത് ഇരുന്ന വണ്ടിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരെണ്ണം മതി നമുക്ക് എല്ലാവർക്കും പോവാൻ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം കിട്ടുകയല്ലോ. ഇത് കിട്ടത്തില്ല, ചോദിച്ചു നോക്കിയാലോ. ചെന്ന് വെച്ചത് ഇപ്പം തരും. ഇവിടെ ഇത് റയർ കളക്ഷനുകളാണ്, തരത്തേയില്ല. അറ്റ്ല ട്രംപ് ജൂനിയർ 1936 മോഡൽ, ജർമ്മനിയുടെ 4 സിലിണ്ടർ എഞ്ചിൻ. ഇത് സ്റ്റാൻഡേർഡ് 10 1958 മോഡൽ, ഇംഗ്ലണ്ട്. പ്രീമിയർ പത്മിനി പോലെ ഉണ്ടല്ലേ, രസമുള്ള വണ്ടിയുണ്ട്, കുഞ്ഞുവണ്ടി. ഹാൻസി ടെമ്പോ. ഇത് 1967 മോഡൽ. ഇത് നമ്മൾ പഞ്ചാബിൽ ഇഷ്ടം പോലെ ഉണ്ട്, പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ ഉണ്ട്. ആംബുലൻസ് 1926 മോഡൽ, USA. ഇത് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്, പഴയ ആംബുലൻസ് അല്ലേ. ഷെവർലെ വാൻ 1929 മോഡൽ, അമേരിക്കയുടെ. ഇതും 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിന്, സ്കൂൾ വാൻ പോലെ ഉണ്ട് പണ്ട്. സ്കൂൾ വാൻ. ഇതുണ്ട്, തടി കൊണ്ടാണ് ബോഡിയെല്ലാം പണിതേക്കുന്നത്. ഫയർ ബ്രിഗേഡ് 1926 മോഡൽ, ഇംഗ്ലണ്ട് വണ്ടിയാണ്. ഇത് 4 സിലിണ്ടറാണ്, പഴയ ഫയർ എഞ്ചിനാണല്ലേ. ഫയർ എഞ്ചിനാണെന്ന് തോന്നുന്നു. ആണെന്ന്, അതല്ലേ ആ മണിയൊക്കെ ഉണ്ടോ. ഫോർഡ്സൺ ട്രാക്ടർ വിത്ത് ക്രെയിൻ 1915 മോഡലാണ്, അമേരിക്കൻ വണ്ടിയാണ്. ഇതിലെവിടെ ഡ്രൈവർ ഇരിക്കുന്നത്? ഡ്രൈവർ സ്റ്റിയറിംഗ് ഒക്കെ അവിടെ ഉണ്ട്, സീറ്റ് എടുത്ത് വെച്ചേക്കാൻ തോന്നുന്നു. ആ ഫയർ എഞ്ചിനിലും എല്ലാം കണ്ടോ, തടി കൊണ്ടാണ് പണിതേക്കുന്നത് ബോഡിയൊക്കെ. ഇത് ബെഡ്ഫോർഡ് ട്രക്ക് 1940 മോഡലാണ്. ഇതുള്ള ഇത് ടാങ്കറാണ്. ബാക്കി വണ്ടികളൊക്കെ ഇതിനകത്താണ് കണ്ടോ, കുറേ വണ്ടികളുണ്ട് ഇവിടെ. അതിലും ഒത്തിരി പുറകോട്ട് പോകാം നമുക്ക്. ഇത് രാജസ്ഥാനിലെ നൊമാഡ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാളവണ്ടി പോലെ. കളവണ്ടിയാ പോലെയല്ല. ഇത് 1899 മോഡൽ. ഇത് കുതിര വലിക്കുന്ന വണ്ടിയായിരിക്കും ചിലപ്പോൾ. ഇതും അത് തന്നെ. അത് അതെ, നമ്മള് 6 വീല് വണ്ടിയും 12 വീലും ഒക്കെ പറഞ്ഞ പോലെ തന്നെ. ഇവിടെ 4 വീലായപ്പോഴത്തേക്ക് സൈസ് നല്ല വ്യത്യാസമുണ്ട്. 1864 മോഡൽ. അത് 1901 മോഡൽ, അത് 4 വീല. ബുള്ളോക്കാർട്ട് യൂസ്ഡ് ബൈ കഥകളി ട്രൂപ്സ് ഇൻ കേരള. ഞാൻ കേരളത്തിൽ ഉപയോഗിച്ചോണ്ടിരുന്ന വണ്ടിയാണ്, കാളവണ്ടി. കഥകളി ട്രൂപ്പുകാർ ഉപയോഗിച്ചിരുന്നത് അല്ലേ. അത് 1905 മോഡൽ. പിന്നെ അവിടെ കുറേ മിനിയേച്ചറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, അതെ ബസ്സിൻ്റെ ഒക്കെ ഉണ്ട്. ഇതെല്ലാം കളിപ്പാട്ടങ്ങളാണെന്ന് തോന്നുന്നത്. ഓട്ടോ, റെഡ് ബഡ് കാറ്. ഇത് BSAയുടെ പഴയ 2 വീലറാണ്. അത് പെട്രോളിൽ ഓടുന്നതാണ്, അതല്ലേ എഞ്ചിനൊക്കെ ഉണ്ട്. അതെ, ടാഗിങ് ഒക്കെ ഉണ്ടല്ലോ.
ഇത് 1926 മോഡൽ. ഇത് കളിപ്പാട്ടമല്ല, നമ്മൾ ഗോൾഫൊക്കെ കളിക്കാൻ പോകുമ്പോൾ മറ്റേ ബഗ്ഗിയുടെ പഴയ മോഡൽ ടൈപ്പ് വണ്ടിയാണ്. ഇത് കുറേ ടൈപ്പ് വണ്ടികളുണ്ട് കേട്ടോ. ഇതെല്ലാം കുതിര വലിക്കുന്നതും കാള വലിക്കുന്നതും ആയിട്ടുള്ള വണ്ടികളാണ് ഇതെല്ലാം. ഇത് രണ്ടുമേ മനുഷ്യർ വലിച്ചുകൊണ്ട് പോകുന്നതെന്ന് തോന്നുന്നു. അതിനകത്ത് കയറി നിന്നിട്ടല്ലേ? അതുണ്ട്. എനിക്ക് അങ്ങനെ മൃഗങ്ങളെ നമ്മൾ സാധാരണ ആനിമൽസിനാകുമ്പോൾ മറ്റേ കിട്ടുന്ന ഇതില്ല, ഇതൊന്നും ഇല്ലല്ലോ, ഇതിങ്ങനെ വലിക്കുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതിലൊരു സൈക്കിളിൻ്റെ ബെല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ വലിക്കുന്നത് തന്നെയാണ്. ആളെന്ന് ബെല്ലടിക്കും. 1926 മോഡൽ കാഡിലാക്ക്, 1954 മോഡൽ അമേരിക്കൻ വണ്ടിയാണ്. ഇതും 8 സിലിണ്ടർ വണ്ടിയാണ്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാ. വലിപ്പം കണ്ടോ? ഇത് 19 അടിയുണ്ട് ഈ വണ്ടി. ഷെവർലയുടെ ഇംപാല 1962 മോഡൽ അമേരിക്കൻ വണ്ടിയാണ്. ഇതും 6 സിലിണ്ടറാണ്. ഇതിനും വീതിയുണ്ട്. ഈ വണ്ടികൾക്കെല്ലാം വീതി നമ്മുടെ സാധാരണ കാറുകളെക്കാട്ടിൽ വീതിയുണ്ട്. ഇതിനും ലെങ്ത് 17 ഫീറ്റ് ഉണ്ട്. വോൾസ്ലെ 1946 മോഡൽ ഇംഗ്ലണ്ട് വണ്ടിയാണ്. ഇത് 4 സിലിണ്ടറാണ്. സൺബീം 1934 മോഡൽ ഇംഗ്ലണ്ട് പെട്രോൾ 6 സിലിണ്ടർ. ഇതിൻ്റെ വലിപ്പം കണ്ടോ? നല്ല വീതിയുണ്ട്. ഇത് പെട്രോൾ വണ്ടിയാണ്. 2 സ്റ്റെപ്പിനെയാണ് കേട്ടോ, അപ്പുറം ഇപ്പുറം ഉണ്ട്. സൈഡില് അത് നല്ല ഷോ അല്ലേ? ലൈറ്റ് ഉണ്ടോ? അതുണ്ടോ? കൈനേക്കാളും വലുതാ ലൈറ്റ്. ഈ വണ്ടിക്ക് എന്തേരം ലൈറ്റാ? 1 2 3 4 5 6 ഷോയ്ക്കൂടെ പിടിപ്പിച്ചേക്കുന്നത്. ഇതെല്ലാം മോഡിഫൈ ചെയ്ത് എടുത്തേക്കുന്നല്ലേ, റീസ്റ്റോർ ചെയ്ത വണ്ടികളെല്ലാം. ചിറ്റോറായിരുന്നു, ആർട്ടിയോ കണ്ടാ പിടിക്കും. ഫോർഡ് എ 1929 മോഡൽ യു എസ് സിലിണ്ടർ 4 സിലിണ്ടർ തന്നെ പെട്രോൾ. ഇത് നാഷ് 1928 മോഡൽ. ഇതും അമേരിക്കൻ വണ്ടിയാണ്. 6 സിലിണ്ടർ ഇത്. ഷെവർലയുടെ 1931 മോഡൽ പെട്രോൾ വണ്ടിയാണ്. എല്ലാം പെട്രോളാണ് കേട്ടോ കൂടുതലും പെട്രോൾ വണ്ടികളാണ്. ഇതെല്ലാം അമേരിക്കൻ വണ്ടിയാണ്. മോറിസ് ഓക്സ്ഫോർഡ് 1930 മോഡൽ ഇംഗ്ലണ്ട് വണ്ടിയാണ്. 4 സിലിണ്ടർ. അതിൻ്റെ ബോഡിയൊക്കെ അതുണ്ടോ? തടി കൊണ്ട് തടിയാണ് ചെയ്തേക്കുന്ന. വോക്സ്ഹോൾ 1929 മോഡൽ ഇംഗ്ലണ്ട് വണ്ടിയാണ്. 6 സിലിണ്ടർ എഞ്ചിൻ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നേ ഇതുണ്ടോ, അവിടെ ഒരു ലിവറിട്ട് ഇങ്ങനെ തിരിക്കും. അങ്ങനെയാണ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നു. ഇങ്ങനെ കറക്കി സ്റ്റാർട്ട് ചെയ്യും. ഫോർഡ് 4 മോഡൽ 1931. യു എസ് വണ്ടിയാണ്. കൂടുതലും യു എസോ ഇംഗ്ലണ്ടോ ഉള്ള വണ്ടികളല്ലേ. ബിഗ് റോഡ് മാസ്റ്റ് 1937 മോഡൽ യു എസ് വണ്ടിയാണ്. ഇത് കൊള്ളാം കേട്ടോ. ഇതിൻ്റെ വലിപ്പം കണ്ടോ? പക്ഷെ അവിടെ ഇരുന്ന ഈ ഫ്രണ്ടൊന്നും കാണത്തൊന്നുമില്ല, നമ്മളൊന്നും കയറി. അതൊരു പോയിന്റ്. ഇതിനൊക്കെ 2 സ്റ്റെപ്പിനെ ഉണ്ട്. അതുകൊണ്ട് സ്റ്റെപ്പിനിയുടെ കവറാണ് അത്, 2 സൈഡ്. ഇത് 2 വീലറുകൾ സൈക്കിളൊക്കെ ഉണ്ട്. ഇത് കുറേ ഉണ്ട്. SD ഒക്കെ ഉണ്ട്. SD ബുള്ളറ്റ് പഴയ വണ്ടികളൊക്കെ ഉണ്ട്. കുറേ കേരള വണ്ടിയൊക്കെ ഉണ്ട്. അത് KLE 9180 ഡിസോട്ടോ 1949 മോഡൽ. ഇതും 6 സിലിണ്ടർ എഞ്ചിനാണ്. നല്ല വലിപ്പമല്ലേ? ഇതും ഡോഡ്ജിൻ്റെ വണ്ടിയാണ്. ഡോഡ്ജ് 1938 മോഡൽ 1938 മോഡലാണ്. 6 സിലിണ്ടർ എഞ്ചിൻ. ഇത് നല്ല രസമുണ്ട് അല്ലേ? ഇത് ഷെവർലെ 1947 മോഡൽ USA. എല്ലാം ഒരു മാതിരി ഈ ടൈപ്പ് തന്നെയാണ് അല്ലേ എല്ലാ വണ്ടികളും ഇപ്പോൾ കണ്ട എല്ലാം ഒരേ ഷേപ്പ്. ഇതുണ്ടോ, അംബാസഡർ പോലെ തന്നെ ഇരിക്കുന്നത്. ഫോർഡ് വിക്ടോറിയ കസ്റ്റം 8. ഇതും 8 സിലിണ്ടർ എഞ്ചിനാണ്. 1951 മോഡൽ. ഹിൽമാൻ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് 1952 മോഡൽ. 5 സീറ്റാട്ടോ. മെഴ്സിഡസ് ബെൻസ് 1948 മോഡൽ ജർമ്മനി. കാളയുടെ 2 കൊമ്പൊക്കെ പിടിപ്പിച്ചു. കൊള്ളാല്ലേ, ക്യൂട്ടായിട്ടുണ്ട്. അതൊക്കെ പിന്നെ പിടിപ്പിച്ചാന്ന് തോന്നി. ഇപ്പോൾ ആയിരിക്കുന്നതെല്ലാം പഴയ ലൈറ്റുകളും വീൽ കപ്പുകളും ഒക്കെയാണ്. ലിങ്കൺ സെഫാർ 1938 മോഡൽ US വണ്ടിയാണ്. US കൂടുതലും. ഇത് 12 സിലിണ്ടർ എഞ്ചിനാണ് ഇതിന്. പെട്രോൾ. പോണ്ടിയാക് സിൽവർ സ്ട്രീക്ക് 1952 മോഡൽ. ഇതും അമേരിക്കൻ വണ്ടിയാണ്. ഇതും 6 സിലിണ്ടറാണ്. പ്ലൈമത്ത് 1946 മോഡൽ. ഇതും അമേരിക്കൻ വണ്ടിയാണ്. 6 സിലിണ്ടർ വണ്ടിയാണ്. 6 സിലിണ്ടർ. എല്ലാം 6 സിലിണ്ടർ അല്ല മിക്കതും. പവർ ഭയങ്കര പവറായിരിക്കും. സ്റ്റഡ് ബേക്കർ 1956 മോഡൽ അമേരിക്കൻ വണ്ടിയാണ്. 6 സിലിണ്ടർ. സ്റ്റാൻഡേർഡ് ബെൽ ബേബി ഡോൾ 1938 മോഡൽ ഇംഗ്ലണ്ട്. അതൊക്കെ 4 സിലിണ്ടർ ചെറിയ കാറാണ്. മോറിസ് മൈനർ 1948 മോഡൽ ഇംഗ്ലണ്ട്. ഇതെല്ലാം 4 സിലിണ്ടർ ചെറിയ കാറുകളാണ് ഇതൊക്കെ. ഇത് ഫിയറ്റ് ടൊപ്പോളിയൻ. ഇത് ഇറ്റലി വണ്ടിയാണ്. ഇറ്റലി 1948. ഇതൊക്കെ റൈറ്റ് ഹാൻഡാ. ഇത് അപ്പുറത്തെ ബക്ക് ഫിയറ്റ്. കൊള്ളാല്ലേ, കുഞ്ഞു വണ്ടി. വണ്ടി പോലെ തന്നെ ഇരിക്കുന്നു, പേര് പോലെ തന്നെ. 1951 മോഡൽ. ഇത് ചെറിയ വണ്ടിയാണ്. ഇത് നമ്മുടെ ബീറ്റിലൊക്കെ പോലെ അല്ലേ? നല്ല കറക്റ്റ് വണ്ടി, കൊള്ളാം. എനിക്കും ഇഷ്ടപ്പെട്ടു.
അതെ എനിക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടുപേർക്കേ പോകാൻ പറ്റത്തുള്ളൂ. അത് തന്നെ ഞങ്ങളുടെ സൈസിന് പറ്റിയ വണ്ടി. രണ്ടല്ല രണ്ടേ ഉള്ളൂ. ആ ബാക്കിൽ പിള്ളേർക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. പിള്ളേരുണ്ട്, പിള്ളേരും രണ്ടുപേരെ ഇരുത്താം. കൊള്ളാം അല്ലേ? ആ വണ്ടി അങ്ങനെ തന്നെ കേട്ടോ, ആ കിടക്കുന്ന വണ്ടി അത്. ആ അതെ അതെ ശരിയാ. പണ്ടൊക്കെ ഡിഫറെന്റ് ടൈപ്പ് വണ്ടികളായിരുന്നു. ഇപ്പോഴത്തെ വണ്ടിക്ക് ഒന്നും ഒരു 7 വരത്തില്ല. ഇപ്പോഴത്തെ ഈ മോഡൽ വണ്ടികളൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഇതുണ്ട്, ഇതെല്ലാം നല്ല രസമല്ലേ, ബൈക്ക് നിൽക്കും. ഇതുണ്ട് സ്റ്റെപ്പിന് ഇരിക്കുന്നുണ്ട്. നമ്മളാ നേരത്തെ കണ്ട ഡോഡ്ജിന്റെ ഒക്കെ വണ്ടിയൊക്കെ ആണെങ്കിലും കണ്ടില്ല, എന്നാ രസം കാണാൻ. ഇത് ഒരു സോഫ ഉണ്ടാക്കിയേക്കുന്നുണ്ടോ? ഇതിന്റെ ഫ്രണ്ട് അവിടെ ഇരിപ്പുണ്ട്, ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വേണേ ഇരിക്കാതെ. ഓസ്റ്റിൻ 7 1934 മോഡൽ ഇംഗ്ലണ്ട് വണ്ടി, 4 സിലിണ്ടർ. ഓസ്റ്റിൻ 1946 മോഡൽ ഇംഗ്ലണ്ട്. ഇതിന് 850 കിലോ ഉള്ളൂ വെയിറ്റ്. ഇതുവരെ ഞാൻ കണ്ടതിൽ ഏറ്റവും വെയിറ്റ് കുറവ് ഈ വണ്ടിക്കായിരുന്നു. അല്ല, അത് അപ്പുറം കിടക്കുന്ന ഓസ്റ്റിൻ 40 മോഡൽ 1953 ഇംഗ്ലണ്ട്. ഇതെല്ലാം 4 സിലിണ്ടർ ചെറിയ വണ്ടികളാണ്. ഇതുണ്ടോ, റെനോൾട്ടിൻ്റെ 1903 മോഡൽ ഫ്രാൻസിലെ വണ്ടിയാണ്. സിലിണ്ടർ 1 സിലിണ്ടറേ ഉള്ളൂ കേട്ടോ, പെട്രോൾ. ഇതങ്ങനുണ്ട്, കൊള്ളാമല്ലേ? അത് കൊള്ളാം, നല്ല വണ്ടിയാണ്. ഇതൊക്കെ ആയിരിക്കും ആദ്യം ഇറങ്ങിയ കാറുകളിലെല്ലാം. ആദ്യം ഇറങ്ങി ഇതിനു മുമ്പുള്ള ഉണ്ടായിരിക്കുമല്ലോ, 1900 മുകളിൽ വണ്ടി ഉണ്ടാവും. അപ്പൊ ഈ വണ്ടി ബിക്കാനീറിന്റെ മഹാരാജാവായിരുന്ന ശ്രീ ഗംഗാ സിംഗിന്റെ വണ്ടിയായിരുന്നു. അത് പിന്നീട് പുതിയ മോഡൽ വണ്ടി മേടിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ പുരോഹിതന് ഈ വണ്ടി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഈ വണ്ടി വേറെ ആൾക്കാരുടെ കയ്യിലോട്ട് പോയി. പിന്നെ ഇത് നശിച്ച് അങ്ങനെ ഒരു 50 വർഷം ഇതൊരു നശിച്ച രീതിയിലായിരുന്നു ഈ വണ്ടി കടന്നിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 1992 ഈ വണ്ടി പിന്നെ എടുത്ത് പിന്നെ അത് റീസ്റ്റോർ ചെയ്ത് ഇപ്പോൾ ഈ കണ്ടീഷനിലെത്തി. ഈ വണ്ടിയുടെ എല്ലാം ബാക്കി ഉണ്ടോ? നല്ല രസമല്ലേ? അതിനല്ലേ ഇതിന്റെ ലീഫ് ഉണ്ടോ? എങ്ങനെയാണ് ലീഫ് സെറ്റ് ഉണ്ടോ? ഇങ്ങനെ വന്ന് സി പോലെ തിരിഞ്ഞു നിൽക്കുന്നത്. അതെ, എത്ര വർഷം മുന്നേ ഉള്ള വണ്ടിയല്ലേ? ഇവിടെയുള്ള വണ്ടികളുടെ എല്ലാം പേരും അതൊക്കെ ഏത് രാജ്യത്താണ് ഇതെല്ലാം നിർമ്മിച്ചതെന്നുള്ളതിൻ്റെ എല്ലാം ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കാർ ഓൺ ചെയ്ത ഇന്ത്യൻ എന്ന് പറയുന്നത് സർ ജംഷഡ്ജി ടാറ്റയാണ്, 1901. പിന്നെ കാറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് കുറച്ച് പഴയ ഡേറ്റയാണ്. കറുതുങ്കിലല്ല ഇപ്പോഴത്തെ ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്. നമ്മൾ ഈ കണ്ടതെല്ലാം ഒരാളുടെ ക്രൈസിൽ നിന്നുണ്ടായ വിൻറ്റേജ് കാർ കളക്ഷനുകളാണ്. ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഡിൻ്റെ. അദ്ദേഹം ഒരു 50 വർഷം കൊണ്ടാണ് ഈ വണ്ടികളെല്ലാം റീസ്റ്റോർ ചെയ്ത് ഇപ്പോൾ ഈ കാണുന്ന ഇതിൽ എത്തിച്ചത്. അപ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിംഗിൾ പേഴ്സൺ കളക്ഷനായത്. ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഇവിടെ ആൻറ്റീക്സിൻ്റെ കളക്ഷൻ ഉണ്ട്. ഇതാണ് അപ്പുറത്ത് മഞ്ജുഷ മ്യൂസിയത്തിലുള്ളത്. ഇത്രയും നേരം നമ്മൾ കണ്ടത് കാറ്. ഇവിടെ എയർക്രാഫ്റ്റ് ഒക്കെ ഉണ്ട്, ഹിന്ദുസ്ഥാൻ ട്രെയിനർ എയർക്രാഫ്റ്റ്. അതിന്റെ മോഡൽ എത്ര? ഇത് 1972 മോഡലാണ്. 2 സീറ്ററാ. ഇത് 2 പേർക്കേ പോകത്തുള്ളൂ അല്ലേ? ഇത് എയർഫോഴ്സ് സ്റ്റേഷനെ കളക്ട് ചെയ്താട്ടോ. ഇത് ട്രെയിനിങ് കൊടുക്കുന്ന എയർക്രാഫ്റ്റാണ്. ഇതെനിക്ക് തോന്നേ ആ ഡോറ് മുകളിലേക്ക് നോക്കിയിട്ടാണ് കയറുന്നതെന്ന് തോന്നുന്നു. ഒരു ഐഡിയ ഇല്ല. കൊള്ളാമല്ലേ? എന്തായാലും ഇത്ര നേരം ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. സൂര്യ കണ്ടപ്പോഴേ തല കാട്ടുന്നുണ്ട്, ചിറ്റ കാട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വലിയ വണ്ടികളുടെ കളക്ഷൻസും ഉണ്ട് കുറച്ച്. 1968 മോഡൽ മിലിറ്ററി ടാങ്കറാണ് അത്. ഇത് അശോക് ലൈലാൻഡിൻ്റെ ഡബിൾ ഡെക്കർ ബസ് വിത്തൗട്ട് ടോപ്പ്, മണ്ടയില്ലാത്ത ഡബിൾ ഡെക്കർ ബസ്. ഇത് മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്നാന്ന് തോന്നുന്നു. MH വണ്ടിയാണ്, 2005 മോഡൽ. ഒരു കാളവണ്ടിയുണ്ട്. അതെ, ടാറ്റയുടെ ഒരു ലോറി, ഫയർഫോഴ്സിൻ്റെ 1975 മോഡലാണ് അത്. ഇതൊരു കുഞ്ഞു ലോറി കിടക്കുന്നു, ഡോഡ്ജ് ട്രക്ക്, 1944 മോഡലാണ്. മറ്റേ 1210D വണ്ടി ടാറ്റയുടെ. പക്ഷേ ഈ ഡോഡ്ജിൻ്റെ ഈ ചെറിയ ലോറിക്കില്ലേ, അതിന് 2416 കിലോ വെയിറ്റ്. അവിടെയുള്ള ചില കാറിൻ്റെ വെയിറ്റ് അത്. മുമ്പ് നമ്മൾ കണ്ട പോലെ തന്നെയുള്ള ടയറായത്. ഇതേ പഴയ ഒരു ലോറിയുടെ ക്യാബിനാണ്, ബെഡ്ഫോർഡാന്ന് തോന്നുന്നു. ക്യാബിൻ മൊത്തം ഇല്ല, പകുതിയേ ഉള്ളൂ. ഇത് 1938 മോഡൽ ഒരു ഫ്ലൈറ്റാണ്. ഇതിനകത്ത് 28 പേർക്ക് സഞ്ചരിക്കാൻ പറ്റും. പിന്നെ പൈലറ്റും കോ പൈലറ്റും ബാക്കി ക്രൂ മെമ്പേഴ്സൊക്കെ ആയിട്ട്. പിന്നെ ഇതിനുള്ളോ 9 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പറക്കാൻ പറ്റും. അമേരിക്കയുടെ ഫ്ലൈറ്റായത്, അമേരിക്കയിൽ നിർമ്മിച്ചത്. ആന നിൽക്കുന്നു, ആനക്കുഞ്ഞ് ഡാൻസ് കളിക്കണോ? ഇതിവിടെ ഉള്ള ഗോമതേശ്വരൻ്റെ സ്റ്റാച്ചു ആണ്. ഇത് ഒറ്റ കല്ലിലാണ് നിർമ്മിച്ചേക്കുന്നത്. 39 അടി ഹൈറ്റ് ഉണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞുതരും. എനിക്ക് അത്ര അറിവില്ല ഇതിനെപ്പറ്റി. ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും അറിയാം. എനിക്ക് അറിയാവുന്നൊരു സംഭവം എന്നാന്ന് വെച്ചാൽ, ഇത് ബാഹുബലി എന്നുള്ളൊരു പ്രതിമയാണ്, ഗോമാതേശ്വർ എന്നോ അങ്ങനെ ഉണ്ടാവുന്നത്. ഇത് ഇവർ പണ്ട് അയോധ്യയാന്ന് തോന്നുന്നു രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഈ ജൈനമതത്തിൽപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇവർ 2 സഹോദരന്മാർക്ക് തമ്മിൽ യാദൃശ്ചികമായിട്ട് യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പം ഈ ഇദ്ദേഹത്തിന് അത് കഴിഞ്ഞ് ഭയങ്കര പശ്ചാത്താപം ഉണ്ടായപ്പം ഈ രാജ്യം തിരിച്ചു കൊടുത്തേച്ച് പുള്ളി തപസ്സിന് പോയി. അപ്പോൾ ദിഗംബര രീതിയിലുള്ള തപസ്സാണ്.
നടത്തിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ഈ തപസ്സിനിടയ്ക്ക് ദേഹത്തൂടെ ഈ വള്ളിയൊക്കെ കയറിയതിൻ്റെ ഒരു ഇതിനായിട്ടാണ് അതേ കണ്ടോ ഒരു വള്ളിച്ചെടിയൊക്കെ കയറി പോകുന്നൊരു സംഭവം കണ്ടോ, അതാണ് സംഭവം. ഓ ആ അതെ ഇത് 12 വർഷത്തിൽ ഒരിക്കലെങ്ങാണ്ടാണ് ഇവിടെ പൂജയും കാര്യങ്ങളും, എന്തോ ഒരു മസ്തകാഭിഷേകമെന്നോ അങ്ങനെയാണ്ടൊരു സംഭവം നടക്കുന്നുണ്ട്. നമുക്ക് താഴേന്ന് ഈ സ്റ്റെപ്പ് കയറി വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, ചെറിയൊരു കുന്നിൻ്റെ മുകളിലായത്. ഈ സ്ഥലം അറിയപ്പെടുന്നത് ബാഹുബലി ബെട്ട എന്നാണ്. ബെട്ട എന്ന് പറഞ്ഞാൽ കുന്ന്. സ്ഥിരം കാണാറുള്ളതാണ്. ഇന്ന് പോരുമ്പോഴും കൂടി നിങ്ങളുടെ കാര്യം പറഞ്ഞുള്ളൂ. ഇവിടെ അന്നദാനം ഉണ്ട്, നമുക്കിന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. വേ ടു ഡൈനിങ് ഹാൾ. ഇവിടെ രാവിലെ 11 മണി തൊട്ട് ഉച്ചയ്ക്ക് 2:30 വരെയും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം 7 മണി തൊട്ട് രാത്രി 10:30 വരെ അന്നദാനം ഉണ്ട്. അകത്തോട്ട് ചെരുപ്പിടാൻ പറ്റില്ല, അപ്പം നമുക്ക് ഇവിടെ ചപ്പൽ സ്റ്റാൻഡിൽ ചെരുപ്പ് വെച്ചിട്ട് പോവാം. അതെ, ഒരു പെയറിന് 1 രൂപയേ ഉള്ളൂ ചെരുപ്പ് ഇവിടെ വെക്കുന്നതിന്. നമ്മൾ കുറേ ദൂരം നടന്നു വേണം അകത്തേക്ക് പോകാൻ. ഇവിടെ എല്ലാം തിരക്കുള്ള സമയങ്ങളിൽ നല്ല ക്യൂ വരുന്നതാണ്. പിന്നെ ക്യൂ ആയിരിക്കും. ഭൂമി ഉരുണ്ടാന്ന് മനസ്സിലായത്, വണ്ടി നമ്മുടെ അതേ അങ്ങ് കിടക്കുന്നു, ഇതിലേ കയറിയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളിത് കുറേ നടന്നതേ നമ്മുടെ ഡൈനിങ് ഹാളിലെത്തി. എന്നാ വലിയ ഹാളാന്ന് നോക്കിയേ, രണ്ടല്ലയാ താഴെയുണ്ട് അതേപോലെ തന്നെ. തിരുപ്പതി പോയി ഇതുപോലെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. ഇല്ലല്ലേ? പോയിട്ടുണ്ട്. തിരുപ്പതിയിലെ അന്നദാനം പിന്നെ ഡൈനിങ് ഹാളും വലുതാ ഇതുപോലെ. ആണല്ലേ? അത് കുറേ എണ്ണം ഉണ്ട്, 5-6 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കേ വിശക്കുന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പം നല്ലപോലെ വിശക്കുന്നുണ്ട്. നടന്ന് വന്നപ്പോഴത്തേക്കും ഇതുണ്ടോ ഇലക്കകത്താ, അത് എത്ര ഇലയാന്ന് നോക്കിയേ, പട്ട ഇലയാന്ന് തോന്നുന്നു. ഒരുപാട് ഇലകൾ ഇങ്ങനെ തുന്നി വെച്ചേക്കുന്ന. ആ 2 എണ്ണം വെച്ച. അതെ, അത് ശരി കേട്ടോ. ഇതുണ്ടോ വെള്ളമേ, നമ്മളെ ചേമ്പല വെള്ളം വീഴുന്ന പോലെ. വട്ടയില അല്ലെന്ന് തോന്നുന്നു, വേറെ 2-3 ടൈപ്പ് ഇലയാ. ഇതുണ്ടോ എല്ലാം ഓരോന്നാ. ഈ സ്റ്റിച്ച് ചെയ്തേക്കുന്ന എനിക്ക് തോന്നുന്നു ഈർക്കിലി പോലെ, നല്ല ഈർക്കിലി കീറിയതാന്ന് തോന്നുന്നു. അത് വെച്ചാ ഇത് ഇലകൾ. ഇത് നല്ല പണിയുണ്ട് ശരിക്കും അല്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ. പായസവും പിന്നെ അത് ബീട്രൂട്ട് കയറിയ സൂപ്പർ പായസം കേട്ടോ, അടിപൊളി പായസം. പായസത്തിന് വലിയ മധുരമൊന്നുമില്ല. ചോറ് വൈറ്റ് റൈസ്. സാമ്പാർ നമ്മൾ ഇന്നലത്തെ പോലത്തെ നല്ല അടിപൊളി സാമ്പാറാണ്. സമയം 2:30 ആയിരുന്നു, അതുകൊണ്ട് വലിയ തിരക്കില്ലാതിരുന്നത്. എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നു നല്ല ഫുഡ്. നമ്മൾ വെച്ചാൽ ചിലപ്പോൾ ഇത്ര നല്ല ഫുഡ് ഇന്ന് കിട്ടില്ലായിരിക്കും. പായസത്തിന് കറക്റ്റാ, മധുരവും കറക്റ്റ്, ടേസ്റ്റ് ഒക്കെ നല്ല ടേസ്റ്റ്, അടിപൊളിയായിരുന്നു. അതെ. അധികം കറിയൊന്നുമില്ല, നമ്മൾ വെക്കുന്ന പോലെ തോരനോ മെഴുക്കോട്ടി ഒന്നുമില്ല. ഒരു ബീട്രൂട്ട് കറിയും സാമ്പാറും പിന്നെ പച്ചമോരും, അത് മതി. അപ്പൊ ഇനിയിപ്പോ നമുക്കേ ധർമ്മസ്ഥലയിലെ ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങേക്കാം. പോയേക്കാം. ഇത് ആദ്യമായിട്ട് കാണാം. ആദ്യം ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ കണ്ടു മറ്റേ ഇരയെ പിടിക്കുന്ന ചെടിയിൽ പൂവല്ലേ, അതാന്ന് ചോദിച്ചു. നമ്മൾ ആ മേഘാലയയിലൊക്കെ പോയപ്പോൾ കണ്ടത്. പക്ഷെ ഇത് അതല്ല കേട്ടോ. ഇതെന്തായിരുന്നു പൊന്നിക്കുട്ടി? ബ്രസീലിയൻ ഡച്ച്മാൻ പൈപ്പ്, അതാണ് ഗൂഗിൾ കാണിച്ചത്, എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വെറൈറ്റി അല്ലേ ഇത്. കണ്ടോ, ഇതിങ്ങനെ മുട്ട ഇങ്ങനെ വിടർന്നു വരുമ്പം ഇത് കണ്ടോ, ഇത് പുറകില് കണ്ടോ. മേഘാലയ നമ്മൾ കാണുന്ന പിക്ചർ പ്ലാന്റ്. ശരി, പിക്ചർ പ്ലാന്റ് അതിന്റെ പേര്. നല്ല രസമുണ്ടല്ലേ, എന്നാ കളറാന്ന് നോക്കി. കളർ കണ്ടോ, ഒരു ഇത് വിടർന്നു കഴിഞ്ഞായിരിക്കും അങ്ങനെ. അതുണ്ടോ, ആനയുടെ ചെവി പോലെ. അതെ, ഇത് കണ്ടോ ഇങ്ങനെയായി. എൻ്റെ പുറകില് കണ്ടോ വള്ളി പോലെ പടർന്ന് കയറുന്ന ചെടിയാ. എന്നാ പിന്നെ പോയേക്കാം. ഇപ്പം ധർമ്മസ്ഥലയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത നമ്മൾ എങ്ങോട്ടാ പോന്നെ? ഇപ്പൊ നമ്മള് ദക്ഷിണ കന്നഡയിലുള്ളത്. അപ്പൊ നമ്മളിനി ദക്ഷിണ കന്നഡ വിട്ട് മലനാട്ടിലേക്ക് കയറാൻ പോവാണ്, വെസ്റ്റേൺ ഘാട്സിലേക്ക്. നമ്മളിനി ചാർമാടി ചുരം കയറി ഹൊർനാടിലേക്ക്. ഇവിടെ നമ്മളെ തിരുപ്പതി പോകുന്ന പോലെ തന്നെ എല്ലായിടവും നല്ല നീറ്റാണ്. അതുപോലെ ക്ലീൻ ചെയ്യാൻ ആൾക്കാരും ഉണ്ട് ഇഷ്ടംപോലെ. ഇഷ്ടംപോലെ മരങ്ങളും ഉണ്ട്, അവിടെ നല്ല തണലും ഉണ്ട്. മംഗളൂർ ശ്രീ മഞ്ജുത സ്വാമി ടെമ്പിൾ. ഇവിടെ ഇതേ മഹാദേവന്റെ ഒരു നല്ലൊരു സ്റ്റാച്യു ഉണ്ട്. ആ പുറകെ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ. അതല്ല, നദികളുടെ പേരായിട്ടേക്കുന്നത് ഇങ്ങനത്തെ ഗസ്റ്റ് ഹൗസുകൾക്കൊക്കെ.
നേത്രാവതി. ആ ഇത് ഗോദാവരിയാ. ആ ഇവിടെ ഉജിരെ സൂര്യ. അതെ, ആ ഉജിരൻ സൂര്യ എന്നുള്ള ബോർഡ് കണ്ടില്ലേ, അതൊന്ന് ഓർമ്മയിൽ വെച്ചോ. അതിന്റെ ഒരു കഥ പറയാവേ. വലിയൊരു മണി. ഗേറ്റ്വേ ഓഫ് ധർമ്മസ്ഥല ബിൽറ്റ് ബൈ ശ്രീ ഡി രത്നവർമ്മ ഹെഗ്ഡെ 1966, 1966. ഇന്നലെ ഈ ഗേറ്റിൽ കൂടെ കയറിയാണ് നമ്മൾ അകത്തേക്ക് പോയത്. അതെ. അപ്പൊ നമ്മള് ധർമ്മസ്ഥലയോട് വിടാ, തിരിച്ചിറങ്ങോ. തിരിച്ചാ ഗേറ്റിൽ കൂടി തന്നെ ഇറങ്ങി. അപ്പൊ ഇനി ഹൊർനാട്ടിലേക്ക് ചാർമാടി ചുരം കയറിയുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.